பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ലാലല്ലേ ഹണീബില? 83. എടാ എല്ലാരും 83 മതിയോ? അതെന്താ തനിക്കോണെന്നറിയാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് മേബി ഒരാളും കൂടി നമ്മുടെ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവില്ല. അത് നമ്മൾ ചന്ദ്രനൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിക്കാം. നിഞ്ച വാ. നിഞ്ച, നിനക്ക് 2 വാക്ക് സംസാരിക്കാം. നിനക്ക് വന്ന ജേണി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളിവിടെ ഉണ്ടാവും. പറ. ഇങ്ങോട്ട് വേണം, അടുത്തോട്ടിരിക്കാം. ഞാൻ ഇവിടെ കേക്കാം. എത്ര ആള് 3 കൊല്ലം KVയിലായിരുന്നു. ഫസ്റ്റ് ഡേ അങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ TV പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും അവിടെയുള്ള എല്ലാ മെമ്പേഴ്സായാലും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. എല്ലാവരും നല്ല പ്രദേശവും ഇതൊക്കെ ആയിരുന്നു. എന്റെ ഇതിപ്പോ ഒരു പുതിയ ജേണിയാണ്. അപ്പൊ എന്നെ TVയിലേക്ക് ഫാമിലിയിലേക്ക് വിളിച്ച വാസണനും പിന്നെ ബാക്കി എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറ്റണല്ല ആയത് എനിക്ക് TVക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും എന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും. അപ്പ 2 ചോദ്യം ചോദിച്ചപ്പാ. അവന്റെ സൗണ്ട് ഒക്കെ പതറിയട്ടോ അവന്റെ. കരഞ്ഞപ്പോ തനി സുരിമ പറയും. എടാ നീ കരയാറാ എന്തിന്? നിന്റെ സൗണ്ട് ഒക്കെ ഇടണ്ടായല്ലേ. നമ്മളെ പോലെ നിഞ്ച ലോല ഹൃദയനായിരിക്കില്ലേ നിഞ്ച? ഇവിടെ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈ TV? The only best, the only. അതായത് ഗാങ്സ്റ്ററോട്ടിൽ കിട്ടാൻ വേണ്ടിട്ട് ഗാങ്സ്റ്ററോട്ടിൽ വരാനുള്ള അറ്റംപ്റ്റുകൾ അതൊക്കെ അതങ്ങനെ അത് സത്യമാണ്. നീ അങ്ങനെ പ്രത്യേകിച്ച് നീ അത് എടുത്തു പറഞ്ഞോണ്ട് പറഞ്ഞതാണ് കേട്ടാ. എനിക്ക് അങ്ങനെ ഗാങ്സ്റ്ററോട്ടിനോട് ഞാൻ അങ്ങനെ പറയലണ്ണ. നമ്മള് സ്ലോട്ടിന് വേണ്ടി അല്ലല്ലോ. നിന്നെ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷമാണ്. ഞാൻ മനസ്സിലായ ചന്ദ്രന്റെ കൂടെ എല്ലാ ദിവസവും. അതെ ചന്ദ്രന്റെ കൂടെ. അതെ. അതേപോലെ തന്നെ നമ്മുടെ എന്നത്തെയും പോലത്തെ 12ാമത്തെ ചോദ്യം. ഈ ഗാംഗിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും. ഈ ഗാംഗിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേരാണ് 2 പേര് പറയാൻ പറ്റും. ഒരു പേരെ പറ്റത്തുള്ളേ. ടഫാണ് പറഞ്ഞാളി. എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കേടാ. ഞാൻ പറയണ്ടാ, സമയം കൊടു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ആർപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ചന്ദ്രന്റെ അല്ല ചന്ദ്രൻ അതല്ല ഞാൻ ഇങ്ങനെ പുറത്തു നോക്കുമ്പോ
അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോഴേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തിരിച്ചെടുക്കുക സോനിവിനെ വേണ്ട പറഞ്ഞു. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് ടിവിയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? അല്ല ഞാൻ പറയാം, അരോചകം പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരാളെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തോന്നിയ ദേഷ്യം തോന്നിയ കോമൺ ആൻസർ ആണ്, കോമൺ ആൻസർ ആണ്, കോമൺ. ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്, ഇത് ജെന്യൂനിറ്റി അറ്റ് സ്പീക്ക്. ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നീ കൊള്ളാം. അതിന്റെ അർത്ഥം കണ്ടപ്പോ പണി ചെയ്യുന്നതാ. അതാ പറഞ്ഞേ, അതാ ആ റോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ല എന്നാലും ഫണ്ണാണ്, നല്ലൊരു ഇത്രയൊക്കെ അവരാതെ ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ട് ഫണ്ണാണ്, അത് കാലുകുത്തിയിട്ട് അത് തന്നെ അവരാതെ പറഞ്ഞിട്ട് ഫണ്ണാണത്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ അപ്പൊ വെൽക്കം 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 ടു ടി വി. ഓക്കെടാ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചടങ്ങുണ്ട് നിഞ്ച. ഇവിടുന്ന് മുട്ടയിലെഴയണം. ഗ്യാങ് ഹൗസിന് ചുറ്റും ചില്ലറയല്ല സത്യം സത്യം. ചുമ്മാ അതൊക്കെ ചുമ്മാ പറയണം, അതൊക്കെ ചുമ്മാ പറയണം. അപ്പൊ അടുത്ത സോഫയ്ക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ. പിന്നെ ടിവിയുടെ വരുന്ന ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ സിങ്ക് ആവുന്നുണ്ടോ, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, എല്ലാവരുമായിട്ടൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഒരു മാസമാണ്. ആ ഒരു മാസത്തിൽ അതിൽ ഫെയിൽ ആയാൽ ടി വിക്ക് പുറത്ത് കൊണ്ടുവരും നിഞ്ച്. അതെ ഓക്കെ. ഒരു മാസത്തേക്ക് പെണ്ണുണ്ടാവാൻ പാടില്ല. നോ ഗേൾസ് ഫോർ 1 month. ഇവന് ആരുടെയൊക്കെയോ ടോണുണ്ട്. സൗണ്ട് തോമ, ഡെസ്ട്രോടെ മലയാളം, ഇവര് കൊറേ ഇതുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് റൂൾസ് ഇവിടുത്തെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നീ പോയിരുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ആരുടെയും എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയണ്ടേ പറയാം. പക്ഷെ എനിക്കിപ്പോ കയ്യും കാലൊക്കെ കുറയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇവ ഫുൾ ആക്റ്റീവ് ആണോ? നല്ല RP പ്ലെയർ ആണല്ലേ? അത്യാവശ്യം സംസാരിക്കണം, നന്നായിട്ട് സംസാരിക്കും. എടാ അതുപോലെ നിഞ്ച ഒരു കാര്യം, നിന്റെ സൈഡിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ഈ RP ഒക്കെ അല്ലാതെ ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡൊക്കെ ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരെ നിനക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അതിന്റെയൊക്കെ തത്സമയമായിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നല്ല താല്പര്യമുണ്ട്. നമ്മളെല്ലാം എന്താ പരിപാടി നാട്ടുകാരെ അറിയല്ലോ. അല്ലല്ല അങ്ങനല്ല. ഇപ്പൊ ഷൗട്ടെക്സ് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ, ഇന്നതുപോലെ ഇന്നതാ ചെയ്തേ, അതാണ് ചെയ്തേ. മീൻസ് ഹെലികോപ്റ്റർ മറ്റേ അനിമേഷനൊക്കെ അതെല്ലാം എൻജോയ് ചെയ്തേ. ഈ നമ്മള് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത എല്ലാ പരിപാടിയും അവനെ ചെയ്തേക്കുന്നേ. ആ സാധനങ്ങളൊക്കെ ഇവന്റെ തലേന്ന് വന്ന സാധനങ്ങളാണ് അതൊക്കെ. എന്തായാലും എടാ ഓക്കെടാ. രായനുണ്ട്. പറ. അല്ല രായനുണ്ട്. അങ്ങനല്ല, രായനും ഉണ്ടെന്നാണ് കേട്ടോ. ഞാൻ എന്തോ കേട്ടെന്ന് അറിയോ? ഞാൻ കേട്ടത് ഒരാഗ്രഹം ഉണ്ടെന്ന്. വെൽക്കം ടു ടി വി. വിടാ. ഇവിടെ ടിവിയെ കയറിയതിനു ശേഷമുള്ള ഫീൽ എങ്ങനെയുണ്ട് സാറിന്? അത് പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്.
അതല്ലേ ടാസ്ക് അത് പറയും എന്തോന്ന് പറയുന്നു? പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓ അങ്ങനെ അങ്ങനെ. അപ്പൊ സ്റ്റാലിനെ എത്ര കാലത്തെ ആഗ്രഹമാണ് ഇന്ന് നിനക്ക് ഇവിടെ സഫലമായത്? വെച്ചാൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒറ്റയടിക്ക് അങ്ങനെ എനിക്ക് അവരെയും ഇതാക്കിയിട്ടൊന്നും എനിക്ക് ഇവിടെയും വേണം അവരെയും വേണം എന്ന് പറയുമ്പോ എല്ലാരെയും ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ആ രീതിക്ക് എന്റെ ഒപ്പം കണ്ടിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെയും പ്രയോറിറ്റി ഉള്ള ഗ്യാങ് ആണ്. എന്ത് പറഞ്ഞാലും ഞാൻ കളിക്കാൻ വന്ന സമയത്ത് ഈ ഗ്യാങ് കണ്ടിട്ടാണ് കളിക്കാൻ കയറിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ആ ഒരു സ്റ്റെപ്പ് എനിക്ക് ഈ ഗ്യാങ്ങിനോടുണ്ട്. ഞാൻ വന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പോയി സംസാരിച്ചിരുന്നു. അണ്ണൻ പറഞ്ഞു ചോദിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വാസന്റെ അടുത്ത് സംസാരിക്കണം. ശരി എങ്കിൽ പിന്നെ പറഞ്ഞില്ല സംസാരിക്കാൻ കിട്ടും. റിലാക്സ് ചെയ്യൂ റിലാക്സ് ചെയ്യൂ. ഇത് സാധാ ഒരു മനുഷ്യനാണ് നിന്റെ മുന്നിൽ ഇരിക്കുന്നത്, കണ്ടല്ലേ? തൊട്ട് നോക്കിയാ വേണമെങ്കിൽ ഹഗ് ചെയ്തോളയാ. നിഞ്ചയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, അപ്പാർട്ട് ഫ്രം വെടിയൊക്കെ അല്ലാതെ സംസാരം അല്ലാതെ ഇവനും ഈ പറഞ്ഞ പോലെ കാറ്, നമ്മുടെ വണ്ടി, വെഹിക്കിൾസ് എല്ലാം പണിയാനും ഡെവലപ്മെന്റ് സ്കിൽസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള. അപ്പോൾ സ്റ്റാലിനും അങ്ങനെ ഒരു ഇതുണ്ട്. സോ അതും അവൻ സ്ട്രീമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കൂലേ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ലൈവ് ഇട്ട് ഹൈന റിവീൽ ചെയ്യരുത്. അപ്പം സ്റ്റാലിനെ നേരത്തെ എല്ലാവർക്കും വൈറ്റ് ടിവിന് വേണമെന്നില്ല, അവൻ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു തോന്നല്ലേ വാസുവിനെ? അതെ അതെ അതെ. എങ്കിൽ പിന്നെ സ്റ്റാലിനെ നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ നിനക്ക് അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും പറയുക. പേര് പറയണം. ഇഷ്ടമുള്ളത് RP അങ്ങനെയാണ്. നിനക്ക് വെളിയിൽ നിന്ന് ഗ്യാങ് കാണുമ്പോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആൾ ആരായിട്ടാ തോന്നിയത് എന്നുള്ള കാര്യം പറയാം. ഇഷ്ടമല്ലാത്തൊരാളെയും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് രായണ്ണൻ. പിന്നെ RP വയസ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോബിന്റെ RP ആണ്. ഇത് പറഞ്ഞ് സെറ്റ് ചെയ്തല്ലേ നീ ഇത്? അല്ലല്ല ഇവനെ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നാ? ഇവന് പെട്ടെന്ന് സ്റ്റാലിനെ വിളിക്കണം കുറച്ചു നേരമായിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടാ. ബോബിനെ ഇഷ്ടപ്പെടാതെ കാരണം കോസ്പ്ലേ ലാസ്റ്റ് ലൈവ് കാണുന്നേ. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇഷ്ടമല്ലാത്ത അപ്പാപ്പനൊക്കെ പറയും ഇപ്പൊ. എന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ ഓപ്പണായിട്ട് പറയാണെങ്കിൽ അന്ന് അന്നൊരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. ചെറുതായിട്ട് എന്താ സെറ്റാണ് ചങ്കാണ്. ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞു കേട്ടോ. എന്തൊരു ജന്മോടാ അമ്പത്തിന്. എന്തൊരു ജന്മോടാ. ൊമ്പളല്ല കണ്ണാപ്പിയുടെ ഉള്ള ഒരാളെ അല്ലല്ല അത്ര ആലോചിച്ചാൽ മതി. കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ ഹേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രശ്നമാണത്. അത്ര അഴിക്കില്ല അമ്പത്തിന്. അതെ സത്യം, അഴുക്ക ചെറുക്കൻ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഫിക്സ് ആക്കണം കേട്ടോ സ്റ്റാലിനെ. ഓക്കെ അതൊക്കെ ചങ്ക് ബഡീസ്. ഓക്കെ അപ്പൊ സെറ്റടാ. ത്രൂ ഔട്ട് നമ്മളോട് ഉണ്ടാവണം എല്ലാത്തിനും. തീർച്ചയായും ബ്രോ ബിൽഡിംഗ് ഗ്യാങ് ത്രൂ ഡിസ്ട്രോയിങ് അനദർ ഗ്യാങ്. വേറെ ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്ത ഞാൻ? അല്ല ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്യാന്നൊന്ന് പറ. അവന്റെ സ്വന്തം ഗ്യാങ് നിർത്തിയ ഒരു കളിയില്ലാതെ നിർത്തിപ്പോയ ആൾക്കാരാ. പിന്നെ ഞാൻ ഒരു കാര്യം 100% കോൺഫിഡൻസിൽ പറയാം. ഇവരെല്ലാവരും റിക്രൂട്ട്മെന്റ്സ് TV കളിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്നെ നേരിട്ട് വന്ന് കണ്ടവര്.
നിന്റെയൊക്കെ കരച്ചിൽ ഭയങ്കര വല്ലാത്ത കരച്ചില. ഇവരെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് ടി വിക്കകത്ത് കളിക്കണം. ഒരാളെ പോലും ഞാൻ വിളിച്ചിറക്കിയിട്ടില്ല ഒരിടത്തുനിന്നും. KVAക്കാർ നിഞ്ചയോട് പറഞ്ഞൊരു കാര്യമാണ്, എടാ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവൻ അവിടെ കളിക്കുന്ന പ്ലെയർ അല്ല, നിനക്കൊക്കെ എന്താ ബുദ്ധിയില്ലേ? KVA കളിച്ചുകൊണ്ടിരിക്കുന്ന ലൈനപ്പിലുള്ള പ്ലെയർ അല്ല. അപ്പൊ എടാ ഗ്യാങ് വണ്ടി അപ്ഡേറ്റ് എന്തെങ്കിലും, ഗ്യാങ് വണ്ടിയെ പറ്റി എന്തെങ്കിലും 2 വാക്ക് കൂടെ പറ, എല്ലാരും ചോദിക്കണം. ഹൈനയാണോ? ഹൈന എനിക്ക് കൊളീഷനും കാര്യങ്ങളും എല്ലാം തീർന്നെന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡിസൈൻ ഒരെണ്ണം ചെയ്ത് ഇറക്കുമ്പോ എനിക്ക് പക്ക തൃപ്തിയായിട്ട് മാക്സിമം ഔട്ട് ഇട്ടിട്ട് ഇറക്കത്തുള്ളൂ. അതിന്റെ ഒരു ചെറിയ ഡിലേ മാത്രം. മതി. അതുവരെ നീ എന്തിട്ട് ഓടിക്കും? അങ്ങനെയല്ല, നമ്മള് പ്രസിഡന്റ് അത് ഇറങ്ങുമ്പോ അതൊരു ഐറ്റം ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ശരിടാ, അപ്പൊ പോയിരുന്നു. ഓക്സി ഇങ്ങോട്ട് നിന്നോട് വേറെ ചോദ്യം YTV ഒന്നും ചോദിക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. അതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് പറയാം. ഇവിടെ എല്ലാവരും സൈലന്റ് അവിടെ. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടുന്ന് മാറിക്കേണ്ടി വന്നു. ഇപ്പൊ തിരിച്ചു വരാൻ പറ്റിയില്ല. ഹാപ്പിയാണ്. വാസുണ്ണനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തതിന് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. നിനക്ക് വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു വാസുവ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം ആദ്യമായിട്ടോ ഒരാൾ പറഞ്ഞു കിട്ടി. എടാ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നിനക്ക് പരിചയമുണ്ടോ മുന്നേ? പിന്നെ എന്റെ കൂടെ പരിചയ? എടാ അപ്പൊ നന്നായിട്ട് ഒരു വെൽക്കം കൊടുക്കട്ടെ അവന്. അപ്പൊ വെൽക്കം നന്നായിട്ട് പോട്ടെ. കഴിഞ്ഞോട്ടത്തെ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട, അതൊക്കെ മറന്നേര്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പൊ അതെ കൂടെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് സെനറിയോ ആയിട്ട് നമ്മൾ ആ യൂണിവേഴ്സിൽ മാച്ച് ആവും. എന്താ പാടില്ലേ? അതല്ല അപ്പം ചോദിച്ചു. How do you feel? അതായത് കേറിയ ആ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. നിനക്ക് ഓൾറെഡി അറിയാലോ. എനിക്ക് ഓൾറെഡി അറിയാം. രണ്ടാമത്തെ കൊള്ളാം, പണ്ടത്തിനെക്കാട്ടും കൊള്ളാം. നിന്റെ സൗണ്ട് മാറിയതാണ് എല്ലാരും പറയണേ ഇവിടെ. എല്ലാരും അതിന്റെ തൊണ്ടക്ക് ചെറിയ വ്യത്യാസമുണ്ട്. വേറെ തൊണ്ടയെന്ന്. അല്ലടാ നിന്റെ ശബ്ദം മാറിയത്. നിന്നെ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ശബ്ദം ഭയങ്കരമായിട്ട് മാറി നിന്റെ. കൊച്ചു പയ്യൻ നല്ല 1.5 വർഷം 1.5 വർഷമായോ? 1.5 വർഷം ജയിലിലായിരുന്നു. 1.5 വർഷമൊന്നും ആയില്ല. 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം ഒന്നും ആയിട്ടുള്ളൂ. 1.5 ഒന്നും ആയില്ല. കറക്റ്റ് കണക്കറിയാം. പിന്നെ നമ്മളെല്ലാം അവൈലബിൾ അല്ലായിരുന്നു. വേണ്ട. 1 വർഷം കഴിഞ്ഞു. 1 വർഷം. അപ്പൊ എല്ലാവരോടും ചോദിച്ചതുപോലെ നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും. എല്ലാരും ചൂടിയാ മൊത്തത്തിൽ. കൊണ്ടുവന്നപ്പോഴേ സെറ്റ് ചെയ്തേണ്. ഇറ്റാച്ചിയുടെ തരിപ്പത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ ഗ്യാങ്ങുകളല്ല തരിപ്പൻസ് പിടിയൻസ്. അപ്പൊ അത്ര വെൽക്കം. ബാക്കി നമുക്ക് മറ്റേ സിറ്റിയിൽ കസറ.
അങ്ങനെ 3 റിക്രൂട്ട്മെന്റ് ഒരുമിച്ച് എടുത്തതല്ലേ? എങ്കിൽ പിന്നെ 3 പേരെയും കൊണ്ട് നമുക്ക് ഒരു ഗാനമായാലും. അത്യാവശ്യം ഉണ്ട്, ഭയങ്കര അത്യാവശ്യമാണ്. ഇറങ്ങാൻ നിക്കരുത്, അടിച്ചു വെച്ചേക്കുന്നു. തിരിച്ചടിച്ചാ മതി. ഇന്ന് ജോലിക്ക് പോയതിനെ പിടിച്ചു നിർത്തി കൊണ്ടുവന്നതാണ് ഇന്ന് സ്റ്റാലിനെ. ലീവ് എടുപ്പിച്ചു കൊണ്ടുവന്ന സ്റ്റാലിനെ. ഇന്ന് അവന് നൈറ്റ് പണിയായിരുന്നത്. രാത്രിയാ നൈറ്റ് ഡ്യൂട്ടി അവന് നൈറ്റ് ഡ്യൂട്ടി. ശമ്പളം ഞാൻ തരാം. പോയോ അവരോടിയോ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലാതെ റാഗിയാ ഇന്ന് വിട്ടേരെ പയ്യന്മാരെ. അവന്മാര് ഇന്ന് തിരക്ക് എന്നേ ഓൾറെഡി വരുന്ന പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിച്ചു കയറ്റിയതാ. ആണല്ലേ? അതെ അതെ. ജയിച്ചേട്ടോ. രാജൻ എന്തെങ്കിലും പറയണ്ടോ? അല്ല, എനിക്ക് പറയാനുള്ളത് റെഡി പറഞ്ഞോ. ഞാൻ വരുന്നുണ്ട്. അപ്പം സ്റ്റാലിൻ, ഓക്സി, പിന്നെ നിഞ്ച, വെൽക്കം. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് ആൾക്കാർ ഇവിടെ പുതിയത് കുറെ പേരുണ്ട്, പഴയവരുണ്ട്. എല്ലാവരുമായിട്ട് സിങ്ക് ആവാ, അതാണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങൾ ടൈം എടുത്ത് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ട് ഒരു കമ്പനിയൊക്കെ ആയിട്ട് നിൽക്കുക. ആരും മാറിയൊന്നും പോയി നിൽക്കരുത്, മനസ്സിലായോ? എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നടക്കണം. പിന്നെ നിഞ്ച എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത്. നമ്മൾ ഇനി തൊട്ട് ഓരോ വീക്കില് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും. എല്ലാവരും ഞാൻ കണ്ടിട്ട് ടി വി എല്ലാവരും സ്പ്ലിറ്റ് ആയിക്കണം. പക്ഷെ ഇന്ന് മുതൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാരും മനസ്സിലായോ? അങ്ങനെ കുറച്ചും കൂടി സിങ്ക് നമ്മളിടയില് വരും. നിങ്ങൾ പി ഐ പിക്ക് 6 ദിവസം സ്പെൻഡ് ചെയ്തോ, ആഴ്ചയിൽ 1 ദിവസം ഞങ്ങൾക്ക് തരണം ഇനി തൊട്ട്. ഇനി എല്ലാ വീക്കിലും ഇനി ഒരു ഗ്യാങ് ആർപി ഉണ്ടാവും. ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിഞ്ചെ നമ്മളിവിടെ കൊണ്ടുവന്നത് പോലും, മനസ്സിലായ? നിങ്ങൾ 6 ദിവസവും നിങ്ങൾ എടുത്തോ, 1 ദിവസം നമുക്ക് വേണം. ആ 1 ദിവസം ഇൻ കേസ് സിറ്റി അന്ന് ഇല്ല, സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഒരുമിച്ച് ഒരു പരിപാടി വീക്ക്ലി വൺസ്. ഇനി തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ വീക്കിലും ഉണ്ടാവും. എല്ലാ വീക്കിലും അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. എല്ലാ വീക്കിലും ഗൈസ്, അത് ഞാൻ നിങ്ങളോടും പറയണ ഒരു വാക്കാണ്. എല്ലാ ആഴ്ചയിലും എൻ്റെ ലൈവില് TV ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി എല്ലാ വീക്കിലും ഉണ്ടാവും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടെങ്കിലും അണ്ണനടുത്ത് പറയാം, പുതിയതായിട്ട് വന്നെടുത്ത് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് കാര്യം പറയാം. കാരണം ആള് കൂടിയത് കൊണ്ട് ഈ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എനിക്ക്. അതെ, ടെസ്റ്റർ ബാലം വിളിച്ചായിരുന്നു. പോട്ടെ, ഒരു മിനിറ്റ്. എന്ത് പറ്റി ഉമ്മ? ഉമ്മാന്റെ അടുക്ക് പോയാണ്ട്. എനിക്ക് ഇപ്പൊ തീരാടോ, 2 മിനിറ്റ്. ജോക്കിക്ക് എന്തെങ്കിലും പറയണ്ടോ? എടാ അതെ, നിങ്ങള് ഈ RP ഫോക്കസ് ചെയ്യണേ, ദൈവത്തെ ഓർത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ അല്ല സിറ്റിക്കകത്ത് അല്ല, മനസ്സിലായി? ആഴ്ച ഇപ്പൊ 3 സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ ആഴ്ച 3 എടുക്കാൻ പറ്റി, 3 എടുത്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച ഈ PvP സിറ്റുവേഷൻസ് വേണം, അറിയാം. പക്ഷെ ഈ PvP കളിക്കുന്നവർക്ക് തന്നെ ആഴ്ച ടർഫ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഗ്യാങ് സിറ്റുവേഷൻസ് എടുക്കുന്നത് പ്രോപ്പർ റീസൺ അല്ലാത്ത പക്ഷം എടുക്കുന്നത് കുറയ്ക്കുക. ആൻഡ് മോർ ഓവർ RPയിൽ ഫോക്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ RP ഫോക്കസ് ചെയ്യുക, ഗ്യാങ്ങിന്റെ ആ ഒരു എന്തുവാന് പറയുന്നത്, ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ദൈവത്തെ ഓർത്ത് വള്ളി എന്ന് പറയുന്ന ഒറ്റ മൈൻഡ് സെറ്റ് നടക്കരുത്. എല്ലായിടത്തും കൂടെ പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെടിവെക്കാൻ അറിയുന്ന 35 അവന്മാരുണ്ടെങ്കിൽ അങ്ങനെ 35 അവന്മാർക്ക് RP കളിക്കാനും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൂടെ കഴിഞ്ഞ കുറെ ദിവസം ഞാൻ എല്ലാവന്മാരുടെയും കൂടെ നടന്നതിന്റെ ബേസിസിൽ പറയുക. ഇവിടെ ഉള്ള എല്ലാവന്മാർക്കും RP കളിക്കാനും അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. കപ്പിൾ RP ചെയ്യുന്ന സാധനം അത് നിങ്ങൾ ചെയ്തോ, അത് രാത്രി എപ്പോഴാന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമ്മളൊരു പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 7 to 11-12 ഉണ്ടല്ലോ. ആ ഒരു ടൈമില് മാക്സിമം ഗ്യാങ് RPയും കൂട്ടത്തോടുള്ള RPയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്തൊരു പറയുന്നത്, മറ്റേ PvP സ്ഥാനത്തിലോട്ട് ചെയ്യാതെ നിങ്ങൾ ടർഫ് ആഴ്ച അടിക്കാനുണ്ട്. അതുപോലെ തന്നെ വാർ പ്രോപ്പർ റീസൺസ് അല്ലാത്ത ഒരു വാറും നോ പറഞ്ഞാൽ അത് നോ ആയിരിക്കും. ദൈവത്തെ ഓർത്തിട്ട് വെളിയിൽ പോയി അത് ചോദിക്കാം, അത് ഇതാക്കാം, നാളെ സംസാരിക്കാം, പിന്നെ നാളെ അടിക്കാം എന്ന് പറയുമ്പം അത് നാളെ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മുട്ടിക്കൊണ്ടിരിക്കരുത്. അതായത് ചൂട് ഇപ്പൊ ചൂട് പോവണ്ണ, ചൂട് പോത്തില്ലെണ്ണ, നാളെ ചൂട് കാണത്തില്ലെണ്ണ, അത് നാളെ ചൂട് കാണത്തില്ല നിനക്കൊന്നും.
ദൈവത്തെ ഓർത്ത് നാളത്തേക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കാണത്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വിടുക. ആൻഡ് മോർ ഓവർ ഈ RP കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അത് സൈഡ് ലൈൻ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ദൈവത്തെ ഓർത്ത് എല്ലാവന്മാരും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഈ വെടിവൊക്കെ എടുത്തവന്മാർ പോലും ഇപ്പൊ വെടിവെക്കുന്നതിനേക്കാളിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇറ്റാച്ചി ആയിക്കോട്ടെ, ജുഗുരു ആയിക്കോട്ടെ, ജൂഡായിക്കോട്ടെ, ഏവൽ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. സോ കംപ്ലീറ്റ്ലി RP ബോബെ നീ അപ്പം RP കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു സാധനമാണ് നമുക്ക് മിസ് ആയിക്കൊണ്ടിരിക്കുന്നത്. PvP നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി PvP പ്രൂവ് ചെയ്യാനൊന്നുമില്ല. PvP പ്രൂവ് ചെയ്യാനല്ല. കാരണം ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനത്ത് ഇനി ആരെങ്കിലും വന്ന് അടിക്കണം. ആരെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നെയും തിരിച്ചു കയറി വരാം. പക്ഷെ അതിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അലക്സിന്റെ പാട്ട് കേൾക്കണോ? പാടിക്കാം. RP ഫോക്കസ് ചെയ്യുക. റിക്വസ്റ്റ് ആണ്. കഴിവുള്ളതുകൊണ്ട് പറയാനാണ്. ആൾക്കാർക്കും അത് കാണാൻ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരുണ്ട്. PvP ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇതാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എടാ അപ്പൊ എന്താ അലക്സിന്റെ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അലക്സ് ഫ്രണ്ടിലോട്ട് വരണം. രണ്ട് അല്ലല്ല അലക്സ് കത്തിയൊന്നും പോയിട്ടില്ല. എണ്ണീറ്റ് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് പിക്ക് ചെയ്യാം അലക്സിനെ. ഇതായിട്ടിരിക്കുന്നു. ഫുഡ് ചവച്ച് ഇറക്കിയിട്ടങ്ങ് പാടിയാ മതി. വാ പെട്ടെന്നാട്ടെ. അവിടെ പോയി പാടണേ അലക്സേ. നിനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പെട്ടെന്ന് പാടിക്കോ. കല്യാണി പാട്. അണ്ണാ ലൈനപ്പ് ഇടുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എടാ മറ്റേ ലൈനപ്പ് ഒക്കെ ഇടുന്ന ആപ്പ് ഉണ്ടല്ലോ മറ്റേ ഒരു വെബ്സൈറ്റ്. അതൊന്ന് എനിക്ക് അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തന്നേ. അത് ആരുടെ കയ്യിലുണ്ടോ ഇവിടെ? അത് ഏബിൾ ഇവിടെ ഇല്ല. കത്തിപ്പോന്ന് എഴുതി വെച്ചേക്കുന്നത്. അലക്സ ഡിലേ ആവണം പെട്ടെന്ന്. തിന്നേക്കാ മതി. റേഡിയോയില് പാടിയാ കട്ടാവും. നേരെ പാടിക്കോ. ബോബ് പാടും. സൈലന്റ്. നീ എവിടെടാ ബോബെ? ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. അടിപൊളിയടാ, ഒരു രക്ഷയില്ല. കിടിലം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പൊ മീറ്റിംഗ് ഡിസ്പോസ്. ബൈ. ഇല്ല ജോക്കി വാ വെളിയിലോട്ട് വാ. ജോക്കി ഞാൻ അപ്പുറത്തെ സിറ്റിയിലോട്ട് കേറണം. എനിക്കൊന്ന് ഞാൻ കേറുവാ. വാ ജോക്കി ഇങ്ങോട്ട് വാ. അണ്ണ അയച്ചിട്ടുണ്ട് ലിങ്ക്. സിറ്റിയിലൊന്ന് കേറാ. സിറ്റി കേറിട്ട് വാ. ഹലോ പറടാ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതിപ്പോ ചാറ്റ കണ്ടിരുന്നു ഇപ്പൊ കെവിനെ തക്കിന്നൊക്കെ. പക്ഷെ ഞാൻ കെവിന്ന് ഇറങ്ങിയിട്ട് 6 മാസമായി. അതെ അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി ഒന്നുമില്ല. ഓൾറെഡി ഒരു പ്രൊജക്ടിന് വേണ്ടി ഞാൻ ബ്രേക്ക് എടുത്താണ് കെവി. എടാ അതെ, നമ്മളൊരു സാധനം നല്ലതായിട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും തന്തലാഴി പറയണമല്ലോ. അതെ പിന്നെ ഒരു കാര്യം കേട്ട് കെവി ഡൗൺ ഇതായിന്നൊക്കെ. കെവി ഒരു ഡൗൺ ആയിട്ടില്ല. ഇപ്പൊ പ്ലേസ് ഉണ്ട്. കുറച്ചുപേർ ഇറങ്ങി പോയി വെച്ചിട്ട് കെവി ഒരിക്കലും ഡൗൺ ആവില്ല. അതെ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെടാ സെറ്റ്. നീ അത് അതിലൊക്കെ ഉണ്ട്. അത് നിന്റെ അതിപ്പോ വരും. ഒന്നും അറിയാത്ത ഇവിടെ സിറ്റിയിൽ ഗ്യാങ് പോലും ആവാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഫാൻ ബോയ്സ് ഒക്കെ ചിലപ്പോ വന്ന് കരയും. കാര്യമൊക്കെ ഉണ്ട. ഓക്കെ സീനില്ല. ജോക്കി പറ. ഇതാരാ?
ഞാൻ ബാത്റൂമിൽ ഞാൻ കാര്യം പറയട്ടെ. ആ പറ ജോക്കി. ഈ സാനിയ ആര്? അത് ഞാൻ കഴിഞ്ഞ ദിവസം ജോക്കിയോട് ചോദിച്ചപ്പോഴേ പറഞ്ഞില്ലേ, കല്യാണിക്കകത്ത് അഭിനയിച്ച സാനിയ അയ്യപ്പൻ, അല്ലാതെ വേറെ ഒരു സാനിയ എനിക്ക് അറിഞ്ഞൂടാ. ആ കൊച്ചു എന്തോ അറിയാം ജോക്കി, അറിയാം. മറ്റേ നിരന്തരമായി മെസ്സേജ് അതല്ല. ശല്യപ്പെടുത്തുന്ന നീ ലാസ്റ്റ് അതല്ല, മറ്റേ ടെന്നീസ് ഒക്കെ കളിക്കുന്ന സാനിയ മിർസയില്ലേ, പുള്ളിക്കാരി എനിക്കറിയാം. വേറൊരു സാനിയെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞുകൂടാ ജോക്കി, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരാളുടെ കാര്യം പെട്ടാ, നീ ഒന്ന് ഫോൺ എടുത്തേ. ഫോൺ എടുത്ത് സാനിയാണൊന്ന് അടിച്ചേ. സാനിയ ഇല്ല, അങ്ങനെ കോണ്ടാക്ട് പോലും ഇല്ല. അങ്ങനെ ഒരു അല്ല, ഇവിടെ നമ്പറെല്ലാം കാണിക്കും, നമ്പറെല്ലാം കാണിക്കും. എസിനകത്ത് എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ, ഷമീർ MRC. ഡിലീറ്റ് ചെയ്തൂടെ? പുള്ളിയാണ് വിളിച്ചാൽ കിട്ടുകയേ ഇല്ല ഒരിക്കലും. ഞാനൊരു കാര്യം പറയട്ടെടാ, ആ കുട്ടി എനിക്ക് എസിൽ എവിടെ വേണം നോക്കാം, എങ്ങനെ ഒരു പേരേ ഇല്ല എനിക്ക്. നീ മെസ്സേജ് ഒന്ന് എടുത്തേ. മെസ്സേജ് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ജോക്കി. ഇതിനകത്ത് കുറെ പേര് ട്രൈങ് ടു കോൾ യു എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോണ്ടാക്റ്റിൽ അങ്ങനെ ഒരാളുടെ പേര് സേവ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഷമീർ ലാസ്റ്റ് ഫ്രീ ആയോ എന്ന് ചോദിച്ചൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് എസ്സിൽ, അല്ലാതെ വേറെ ആരും ഒന്നും അയച്ചിട്ടില്ല എസ്സിൽ. ശരി ഒന്ന് പറഞ്ഞായിരുന്നേ. ഈ ടിവിയിലാണ് പറഞ്ഞപ്പോ ആ കുട്ടി ഒന്ന് പറഞ്ഞു, വാസു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നോ, അത് നീ മെസ്സേജ് അയക്കാറുണ്ടെന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിഞ്ഞേ കൂടാ ജോക്കി. എനിക്ക് അറിയത്തില്ലടാ, നീ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ജോക്കി ഇത് എങ്ങനെ മാറ്റി എന്നെ വെറുതെ ചോദിക്കുമ്പോ ആൾക്കാർക്ക് ഒരു ഇതാവൂലേ, വിഷമാവൂലേ? പിന്നെ പക്ഷെ ഈ പടം എനിക്ക് ലോഡ് ആവുന്നില്ലടാ. LX2 അല്ലാതെ അയച്ചോ. എനിക്കിത് ഭയങ്കര ലോ റെസൊല്യൂഷൻ ഇല്ല. ജോക്കി അപ്പുറത്തെ സീറ്റിലോട്ട് വരുന്നുണ്ടോ ജോക്കി? ഹലോ, എന്താ അപ്പുറത്തെ സീറ്റിൽ കയറാൻ പറ്റുന്നുണ്ടോ? നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ.